ഹായ് ഫ്രണ്ട്സ്, ഇത് ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ ഏതൊക്കെയാണ്, പുതിയ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇനി മുമ്പോട്ട് വരാൻ പോകുന്ന കുറച്ച് എക്സാമുകളൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് എക്സാമുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതല്ല, ഇതിനപ്പുറം ഒരുപാട് എക്സാമുകൾ ഇനി വരാൻ പോകുന്നുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പോവുകയാണ് നമ്മളെ റെയിൽവേ എക്സാമൊക്കെ. നമ്മൾ SSC ഒക്കെ നടത്തുന്ന പോലെ SSC ഇയർലി വൈസാണ് എക്സാംസ് വിളിക്കാറ്. അതുപോലെ തന്നെ ആയിട്ടുണ്ട് റെയിൽവേ എക്സാംസ്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പോലുള്ള പോസ്റ്റുകളൊക്കെ ഇനി എല്ലാ വർഷവും വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് എക്സാമുകൾ, ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന എക്സാംസുകൾ, അല്ലെങ്കിൽ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട എക്സാമുകളുണ്ട്, ഇനി വരാൻ പോകുന്ന എക്സാമുകളുണ്ട്. അതൊക്കെ കുറച്ച് എക്സാമുകൾ മാത്രമാണ് ഞങ്ങൾക്ക് എക്സാമ്പിൾ പോലെ ഞാൻ കാണിച്ചിരുന്നത്. കാരണം ഇതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ ഒക്കെ എല്ലാ അപ്ഡേറ്റും, നോട്ടിഫിക്കേഷൻ വരുന്നത്, എത്ര വേക്കൻസി ഉണ്ട്, എത്ര ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, ഓരോരുത്തർക്കും പല ടൈപ്പ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. ITI, ഡിപ്ലോമ, BTech, MTech ഒക്കെ ക്വാളിഫിക്കേഷൻ വരേണ്ട പല എക്സാമുകളുണ്ട്. അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വീഡിയോസ് കഴിഞ്ഞ 3 വർഷമായിട്ട് കംപ്ലീറ്റ്ലി വീഡിയോസ് ഇതിനകത്ത് പോയിട്ടുണ്ട്. ഒരുപാട് എക്സാമുകൾ, ഒരുപാട് റാങ്കുകൾ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3 വർഷം കൊണ്ട് ഒരു 500-ലധികം ആളുകൾ വിവിധ ടെക്നിക്കൽ എക്സാം റാങ്ക് ലിസ്റ്റുകളിൽ എൻട്രിയുടെ സ്റ്റുഡൻസ് കയറി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഓവർസിയർ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുള്ള ഒരു ബെസ്റ്റ് എക്സാം ആണ് ഈ PWD ഇറിഗേഷൻ. അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഒരുപാട് വേക്കൻസി വരുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ ലിസ്റ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലിക്കേഷൻ ടൈപ്പ് കഴിഞ്ഞു. അപ്ലൈ ചെയ്തവർ ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുക. ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുക്കാം. അതിൻ്റെ എന്താ പറയുക, ഫോമിൻ്റെ അകത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും. ആ ഫോം നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ആ ഡീറ്റെയിൽസ്, എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം, നമ്മളെ എൻട്രിയിലെ ബാച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ അക്കാദമിക് കൗൺസിലർ നിങ്ങൾക്ക് കറക്റ്റ് ഒരു കൗൺസിലിംഗ് തരുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ SSC JEE എക്സാം നിങ്ങൾക്കറിയാം. എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് ഫെബ്രുവരി 29 പക്ഷേ ഒരു മാസം ലേറ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ എക്സാം ഡേറ്റിന് വലിയ മാറ്റമൊന്നും വന്നില്ല. ജൂൺ മാസത്തിൽ എക്സാം ഉണ്ടാവും. SSC JEE നോക്കുന്ന സമയത്ത് CBT 1 CBT 2 രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ. അതിന് മുമ്പേ ഫസ്റ്റ് എക്സാം മാത്രമായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, രണ്ടാമത്തെ എക്സാം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു. പക്ഷേ ഇത് രണ്ടും CBT ആയതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ലിക്കൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ വേക്കൻസി ഏകദേശം 968 വേക്കൻസിയാണ് വന്നത്. ഇതിൽ ഭൂരിഭാഗം വേക്കൻസീസും സിവിൽ എഞ്ചിനീയേഴ്സിനുള്ള വേക്കൻസീസാണ്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ എന്താ പറയുക പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ എക്സാം ഏകദേശം ജൂൺ മാസത്തിലുണ്ട്, പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ട്. പക്ഷേ ഈ ഒരു SSC JEE എക്സാമിന് എഴുതിയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് CBT 1 എക്സാം കംപ്ലീറ്റ്ലി അബൌട്ട് നിങ്ങളുടെ സ്പീഡാണ്. അതായത് എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് നേടി ആ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റും. ഓക്കെ, CBT 2 കുറച്ചുകൂടി ഡെപ്തിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. CBT 1 വളരെ എളുപ്പത്തിലാണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ടൈം നിങ്ങൾക്കൊരു ബൗണ്ടറി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. 100 മാർക്ക് ടെക്നിക്കലും 100 മാർക്ക് നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകളാണ് അവിടെ വരുന്നത്. അതായത് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 200 ക്വസ്റ്റ്യൻസ് ചെയ്യണം. 200 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂർ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കാണ് SSC JEE അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്ലൈ ചെയ്ത ആളുകൾ ഇതുവരെ പഠനം ആരംഭിച്ചില്ലെങ്കിൽ കോഴ്സ് എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓൾറെഡി ഒരു ഗോൾഡ് ബാച്ച് റണ്ണിംഗ് ആണ്. ഈ ഗോൾഡ് ബാച്ചിലേക്ക് തന്നെയാണ് അഡ്മിഷൻ വരുന്നത്. കാരണം നമുക്ക് പുതിയൊരു ഗോൾഡ് ബാച്ച് ചെയ്ത് അതിന് കംപ്ലീഷൻ ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ SSC JEE ഒരു ഫോം താഴെ കൊടുക്കുന്നുണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, ഇനി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സാമുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ വരുന്ന ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓവർസിയർ ഗ്രേഡ് 2 അത് ഓൾറെഡി വന്ന എക്സാമാണ്. അതുപോലെ തന്നെ LSTD AE, LSTD ഓവർസിയർ, SSC JEE, RRB JEE, ഗേറ്റ്, KWA, ഓവർസിയർ ഗ്രേഡ് 3 IEO, ഇതുപോലെ ഒരുപാട് എക്സാമുകളുണ്ട്. ഇനിയും ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്യുക. നമ്മളെ ടെക്നിക്കൽ എക്സാംസിനെ കുറിച്ച് അറിയാമെന്നുള്ള ഒരു ഫോമുണ്ട്. ആ എക്സാമിനൊന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ആ അക്കാദമിക് കൗൺസിലർ വിളിച്ചു പറഞ്ഞാൽ ഏതൊക്കെ എക്സാമുകളാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ഏതൊക്കെ എക്സാമുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, ഇനി വിളിക്കാൻ പോകുന്ന എക്സാമുകൾ. LSTD ഒന്നും ഇനി വിളിച്ചിട്ടില്ല, ഇനി വിളിക്കാൻ പോവുകയാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ 2-3 എക്സാം IEO വിളിച്ചു, KW ഓവർസിയർ വിളിച്ചു, PWD ഇറിഗേഷൻ വിളിച്ചു. അപ്പോൾ ഇനി വിളിക്കാൻ പോകുന്നത് LSTD AE തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ തുടങ്ങുക, പഠനം തുടങ്ങുക. ഒരുപാട് എക്സാമുകൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുണ്ട്. ഓക്കെ, ഇനി KWA ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ
വാട്ടർ അതോറിറ്റിയിൽ KWA ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പറൊക്കെ ഇതാണ് 031/2024 വന്നിരിക്കുന്നത്. നോർമലി വാട്ടർ അതോറിറ്റിയിൽ മെക്കാനിക്കൽ സിവിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ആണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പോസ്റ്റാണ്, നല്ല സാലറി സ്കെയിൽ ഉണ്ട്. പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠനം തുടങ്ങുക. കാരണം ഡിപ്ലോമ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സിവിൽ കഴിഞ്ഞു. IU പോലെയുള്ള എക്സാമൊക്കെ ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും എഴുതാം കേട്ടോ, അത് ഞാൻ പറയാൻ വരാം. ഓക്കെ, അതുപോലെ തന്നെ KWA ഓവർസിയർ ഗ്രേഡ് 3 ഇലക്ട്രിക്കലിൻ്റെ എക്സാം ആയിരുന്നു. ഇലക്ട്രിക്കൽ എക്സ്ക്ലൂസീവ് പോലെ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ എക്സാം ആയിരുന്നു നേരത്തെ കണ്ട KWA ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1. ഇത് ഓവർസിയർ ഗ്രേഡ് 3. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെക്കാനിക്കലിൻ്റെയും സിവിലിൻ്റെയും സിലബസുകൾ വരുന്നു. മെക്കാനിക്കലിൻ്റെയും സിവിലിൻ്റെ സിലബസുകൾ വരുന്നു. അതായത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ്, വർക്ക്ഷോപ്പ് സയൻസ് പോലുള്ള ടോപ്പിക്കുകൾ വരുന്നു. അതുകൂടെ തന്നെ മെക്കാനിക്കലിൻ്റെ സിലബസും സിവിലിൻ്റെ സിലബസും ഒക്കെ ഇൻക്ലൂഡഡ് ആയ ഒരു എക്സാം പാറ്റേൺ ആണ് ഓവർസിയർ ഗ്രേഡ് 3. ഗ്രേഡ് 3 പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. പക്ഷേ നിങ്ങൾ കറക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. കാരണം സിവിൽ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സിവിൽ എഞ്ചിനീയറിംഗിൽ MTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെക്കാനിക്കലിൽ BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. IT മുതൽ BTech വരെ രണ്ടിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മെക്കാനിക്കലും സിവിലും കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നമ്മുടെ ചാനൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതിനു മുമ്പ് നടന്ന എക്സാമിൽ എങ്ങനെയായിരുന്നു, ഇനി വരാൻ പോകുന്ന എക്സാമിൽ എങ്ങനെയായിരുന്നു, ഓൾറെഡി 800-ലധികം അഡ്വൈസസ് പോയതാണ്. ഇനി അടുത്ത വർഷം ഏപ്രിൽ മാസം വരെ ഇതിന് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇനി എല്ലാവർക്കും അറിയാവുന്ന എക്സാമാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ IEO എക്സാം. ജനുവരി മാസത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വേക്കൻസി വളരെ കുറവായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറിന് തൊട്ട് താഴെയുള്ള പോസ്റ്റാണ്. പക്ഷേ ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, അതായത് കമ്പാരിറ്റീവ്ലി അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി വേക്കൻസീസ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ പോസ്റ്റ്. അതുപോലെ തന്നെ തുടക്കക്കാർക്ക് 50,000 മേലെ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഇത്. അത്യാവശ്യം നല്ല പ്രൊമോഷൻ സാധ്യതകളും ഒരുപാട് സ്കോപ്പും, അതായത് നാടിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രീസിൻ്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നാടിൻ്റെ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. 6 ഡിപ്പാർട്ട്മെൻറ്റിലെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അതായത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഡസ്ട്രീസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ 6 ഡിപ്പാർട്ട്മെൻറ്റിലെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോന്ന് ഡിസ്ട്രിബ്യൂഷൻ ആ രീതിയിലാണ് വരുന്നത്. 100 മാർക്കിൽ ഏകദേശം മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കൂടി കൂട്ടിയിട്ട് ഏകദേശം 20 മാർക്കിനും ബാക്കി ഓരോന്നിനും 20 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്ട്രീമിലാണെങ്കിലും ആ സ്ട്രീമിലെ കാര്യത്തിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള സ്ട്രീമിലെ കണ്ടന്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എൻട്രിയിൽ കഴിഞ്ഞ 3 വർഷത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, 3 വർഷത്തിനിടയ്ക്ക് ഏകദേശം 500-ലധികം ആളുകൾ വിവിധ റാങ്ക് ലിസ്റ്റുകൾ, അത് മെക്കാനിക്കലുണ്ട്, സിവിലിനുണ്ട്, ഇലക്ട്രിക്കലിനുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, CS ഉണ്ട്, വിവിധ റാങ്ക് ലിസ്റ്റുകളിലെ ആളുകൾ ഈവൻ ഫസ്റ്റ് റാങ്ക് വരെ നേടിയ സ്റ്റുഡൻസ് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റീൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട. അതായത് നല്ല കണ്ടൻറ്റും കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാനാണ്. ഇതുവരെ നമ്മൾ കൊടുത്ത എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം മറക്കണ്ട, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. മെയ് 2 വരെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ടൈം ഉള്ളത്. BTech നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ അർഹരാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ബ്രാഞ്ച്, അതായത് നിങ്ങൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സോ കെമിക്കലോ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ RRB-JEE നോട്ടിഫിക്കേഷൻ്റെ കാര്യം. RRB-JEE നോട്ടിഫിക്കേഷൻ നമ്മൾ കുറേ കാലമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. പക്ഷേ ഈ വർഷം സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും. അടുത്ത വർഷം ഇതുപോലെ തന്നെ 2025 ജൂലൈ സെപ്റ്റംബറിൽ അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് തന്നെ ഈ വർഷം ജൂലൈ സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ജൂലൈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അവിടെ വേക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് റെയിൽവേനോട് കംപ്ലീറ്റ്ലി വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടീസ് വന്ന് ജൂൺ മാസത്തിലായതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, സിവിൽ കഴിഞ്ഞ ആളുകൾക്കും ഈ ഡിപ്ലോമ BTech ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, RRB-JEE എക്സാമിനെ കുറിച്ച് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നതിന് എൻട്രി തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർ തമ്മിൽ തന്നെ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാവും അവൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനുണ്ടെന്ന്. ഓക്കെ, അതായത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ലെവലാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനുണ്ട്, എത്രത്തോളം കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്താലാണ് ആ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതാണ് അവിടുത്തെ ഡിഫറൻസ് വരുന്നത്.
അവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് ജനറൽ കണ്ടന്റുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ കണ്ടന്റുകൾ വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് എക്സാംസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി കോഴ്സ് തുടങ്ങിയിട്ട് 1 ഇയർ ആവാനായി, ഏകദേശം ഒരു 1 ഇയർ ആവാനായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സസിൻ്റെ കാര്യം. ലൈവ് സെഷൻസ് നോക്കുകയാണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ലൈവ് സെഷൻസ് ആണ്. ഓരോ മാസവും നമ്മൾ സെപ്പറേറ്റ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിനകത്തൊക്കെ നല്ല രീതിയിൽ സ്റ്റുഡൻസും ഉണ്ട്, അവരൊരു നല്ല അഭിപ്രായങ്ങളുമാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾറെഡി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുള്ള എക്സാംസ്, അല്ലെങ്കിൽ ഇപ്പോൾ ലിസ്റ്റ് വന്നിരിക്കുന്ന എക്സാംസ്, അതായത് ലിസ്റ്റ് ഓൾറെഡി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന എക്സാമുകളാണ് KW ഓവർസിയർ ഗ്രേഡ് 3, അതുപോലെ തന്നെ PWD ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 2, പിന്നെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ. ഇതൊക്കെ ഓൾറെഡി ലിസ്റ്റ് റണ്ണിങ് ആണ്. ലിസ്റ്റ് എക്സ്പയർ ആയ ഇനിയും ടൈമുണ്ട്, പക്ഷേ നേരത്തെ വിളിച്ചു. അതുപോലുള്ളൊരു ലിസ്റ്റാണ് LSTD A വിളിക്കാണ്ട്, LSTD ഓവർസിയർ ഗ്രേഡ് 3 വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സാമുകൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെട്ടെന്ന് തന്നെ വിളിക്കുന്നതാണ്. അത് ഓരോ മാസവും ഇപ്പം പുതിയ എക്സാമുകൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ LSTD A നോട്ടിഫിക്കേഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് റണ്ണിങ് ആണ്. നമ്മുടെ അക്കാദമിക് ഇന്നോവേഷൻ ഹെഡായ അമ്മു മിസ്സിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കംപ്ലീറ്റ് ക്ലാസ്സസും സിവിൽ എഞ്ചിനീയറിംഗ് ബേസിലുള്ള എല്ലാ ക്ലാസ്സസും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പോയിൻറ്റും, അതായത് എങ്ങനെയൊക്കെ സ്റ്റുഡൻസിന് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കിയിട്ടാണ് മിസ്സ് ആ കരിക്കുലം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ മിസ്സിൻ്റെ ഗൈഡൻസിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് മറക്കേണ്ട, ഓരോ എക്സാമിന് സെപ്പറേറ്റ് ഗൂഗിൾ ഫോം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എക്സാമിനാണോ താല്പര്യം ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കാദമിക് കൗൺസിലിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, പിന്നെ പറയുന്നത് അടുത്തൊരു എക്സാം കഴിഞ്ഞ വർഷം ലാസ്റ്റ് വിളിച്ച നവംബർ മാസത്തിൽ വിളിച്ച എക്സാം ആയിരുന്നു ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ എക്സാം ആയിരുന്നു വിളിച്ചത്. പക്ഷേ അവിടെ നടത്തിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നവംബർ മാസത്തിൽ എക്സാം വിളിച്ചു. ഡിസംബർ 27 എക്സാമാണ്. അതായത് നവംബർ 15 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് എക്സാം ഡേറ്റ് വന്നു. ഡിസംബർ 27 എക്സാമാണ്. അതായത് വിത്തിൻ 1.5 മന്ത്, 1.5 മാസം 2 മാസത്തിനുള്ളിൽ എക്സാം വന്നു. ഇതിൻ്റെ സിലബസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ SSC പറഞ്ഞ പോലെ തന്നെ കുറച്ച് വർക്കൗട്ട് ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ബേസിക്കായിട്ട് പഠിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരുന്നു. കാരണം പെട്ടെന്ന് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, പെട്ടെന്ന് എക്സാം നടന്നു, പഠിക്കാനുള്ള ടൈം അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം കുറച്ച് നേരത്തെ ഇതിൻ്റെ ക്ലാസ്സസ് തുടങ്ങി. അതായത് എയർപോർട്ട് അതോറിറ്റി ATC എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ക്ലാസ്സസ് നമ്മൾ നേരത്തെ തുടങ്ങി. ഗോൾഡ് ബാച്ചസും സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്കറിയാം, നമുക്ക് നേരത്തെ തുടങ്ങിയാൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക. ഇതുപോലെ തന്നെയാണ് നമുക്ക് LSTD A തുടങ്ങിയത്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ തുടങ്ങിയത്. ഇതൊക്കെ തുടങ്ങി ഏകദേശം 2-3 മാസത്തിനുള്ളിൽ ഈ നോട്ടിഫിക്കേഷനും വിളിച്ചു തുടങ്ങി. അതായത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എപ്പോഴാണ് എക്സാം ഉണ്ടാവുക, ഏത് സമയത്താണ് എക്സാം ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് പഠിക്കാൻ പറ്റും, നമ്മുടെ സ്റ്റുഡൻസിനെ ഓരോ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ബാച്ചസും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഇതിൻ്റെ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇതും BTech ഇനി ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കഴിഞ്ഞ ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഏകദേശം 1,40,000 വരെ സാലറി കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി പോസ്റ്റാണ്. അതായത് എയറോപ്ലെയിൻ കൺട്രോൾ ചെയ്യുക. നമുക്ക് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഒരു വലിയൊരു ടവറിന് മുകളിൽ ഇരുന്നിട്ട് എയർ ട്രാഫിക് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പോസ്റ്റാണ് എയർ ട്രാഫിക് കൺട്രോൾ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു വൈറ്റ് കോളർ ജോബാണ്. BTech കഴിഞ്ഞ് നേടാൻ പറ്റുന്നത്, നല്ല സാലറി സ്കെയിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ മേജറായിട്ടുള്ള കുറച്ച് എക്സാമുകളാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് എക്സാമുകൾ നമുക്ക് വരാനുമുണ്ട്, ഓൾറെഡി വന്നതുകൊണ്ട് ഇനി അടുത്ത 1-2 വർഷത്തിനിടയ്ക്ക് വരാനും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഒരു എക്സാമിനും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പാരലി നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പാരലി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. കാരണം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. കംപ്ലീറ്റ്ലി ഓൺലൈനായതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇനി ഓൺലൈനിൽ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, കൊറോണ സമയത്ത് നമ്മളെല്ലാം ഓൺലൈനായതാണ്. അതിനുശേഷം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാണ് നമുക്ക് എന്തും പഠിക്കാനും എന്ത് ചെയ്യാനും പറ്റും ഓൺലൈനിലൂടെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഓൾറെഡി റിസൾട്ട് ഉണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ACD അത്തമാറ്റിക് കം ഡ്രോയിങ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മുഹമ്മദ് അജാസ്, അവരും നമ്മുടെ എൻട്രി സ്റ്റുഡൻ്റ്. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ നമുക്ക്, അതും നമ്മുടെ സ്റ്റുഡൻ്റാണ്. 3rd റാങ്ക് കിട്ടിയ, 4th റാങ്ക് കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ ഡെഡിക്കേറ്റഡായി ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് തരുന്ന കണ്ടൻറ്റ്, അതായത് നമ്മളിപ്പോൾ എൻട്രിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടൻറ്റ് നമുക്ക് സിലബസ് ബേസ്ഡായിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും എക്സാംസും കാര്യങ്ങളൊക്കെ തരും. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് ബാക്കി വരുന്ന കംപ്ലീറ്റ് ഡാറ്റ. അതായത്
നിങ്ങൾ ഓരോ ദിവസം എത്ര സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എത്ര സമയം നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്നു. ഒരു 5 ക്വസ്റ്റ്യൻ ഒരു ദിവസം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് എന്ത് കിട്ടുന്നു നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഓക്കെ, എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിംഗ് ഇടാം. നിങ്ങൾ അജാസിൻ്റെ കാര്യങ്ങൾ, അജാസ് ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സിറ്റി ACD റാങ്ക് ലിസ്റ്റ് കിട്ടിയ അജാസിൻ്റെ കാര്യം പറഞ്ഞാൽ ആൾ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്താൽ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾ ഓരോ അഡ്വൈസും കാര്യങ്ങളൊക്കെ സ്വന്തം കയ്യിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് അയാൾ ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, എനിക്ക് പഠിച്ചാൽ ഇത് നേടാൻ പറ്റുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ബേസിക്കലി. ആൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. 3 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. 3 വേക്കൻസിയിൽ ഫസ്റ്റ് റാങ്ക് നേടി ആ ഫസ്റ്റ് അഡ്വൈസിലേക്ക് ആൾ പോയി. അതായത് നമ്മളിപ്പോൾ പലരും വേക്കൻസി കുറവാണ് അപ്ലൈ ചെയ്യാണ്ടിരിക്കണം എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ടാവും. പക്ഷേ അത് കറക്റ്റായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു വേക്കൻസി ആണെങ്കിൽ പോലും ആ ഒരു വേക്കൻസി എനിക്കുള്ളതെന്നുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് ഈ ടെക്നിക്കൽ സെക്ഷനിൽ. കാരണം നിങ്ങൾ ജനറൽ PSCനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലി കോമ്പറ്റീഷൻ കുറവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും. കോമ്പറ്റീഷൻ കുറവാണ്. മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾ, മെക്കാനിക്കൽ കംപ്ലീറ്റ്ലി പാസ്സായ ആളുകൾ കുറവായിരിക്കും. അവരാണ് നിങ്ങളോട് കോമ്പറ്റ് ചെയ്യുന്നത്. അതിനകത്ത് പഠിച്ചെഴുതുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക, കറക്റ്റായിട്ട് പഠിക്കുക, ആ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയ ബാക്കിയുള്ള എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യുക. അതായത് ഒരു എക്സാമിന് പഠിച്ചിട്ട് അവിടെ നിർത്തരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള എക്സാമുകളും നിങ്ങളുടെ റിലേറ്റഡ് ആയ എക്സാമുകളോട് പഠിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് ഒരു 2-3 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എല്ലാ റാങ്ക് ലിസ്റ്റിലും നിങ്ങളുണ്ടാവും. അങ്ങനെയാണ് ഇതുവരെ കണ്ടുവരുന്ന എല്ലാ ട്രെൻഡും. ഇതുവരെ അപ്ലൈ ചെയ്ത ആളുകളെല്ലാം, ഇതുവരെ പഠിച്ച ആളുകളൊക്കെ അതേപോലെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന കണ്ടൻറ്റുകൾ ഞങ്ങൾ എന്താ പറയുക കംപ്ലീറ്റ്ലി സിലബസ് കവർ ചെയ്ത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും മാക്സിമം കണ്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരുപാട് മോട്ടിവേഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ബാക്കി എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിതൊരു ജസ്റ്റ് ഒരു അവയർനെസ് പോലെ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് ഏതൊക്കെ എക്സാമുകൾ ഇപ്പോൾ ഉണ്ട്, ഏതൊക്കെ എക്സാമുകൾ ഇനി വിളിക്കാൻ പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് എക്സാമുകൾ ഈ ലിസ്റ്റിലേക്ക് വരാനുണ്ട്. നിങ്ങൾക്ക് ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഇനി വിളിക്കാൻ പോകുന്നുണ്ട് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ ടെലികമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇലക്ട്രിക്കലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിളിക്കാനുണ്ട്. അതുപോലെ PWD ഇറിഗേഷനിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിളിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വിളിക്കാൻ പോകുന്ന എക്സാമുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റുകളൊക്കെ കിട്ടണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് എക്സാമിനെ കുറിച്ചാണ് അറിയേണ്ടത്, ആ എക്സാമിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഫോമും ഓരോന്നും സെപ്പറേറ്റ് ഫോമാണ്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനൊക്കെ വാട്സാപ്പ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എന്താണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റീസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡാറ്റാസ് ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൽ ഓരോ ദിവസങ്ങളിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ PSCൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് വാട്സാപ്പ് കമ്മ്യൂണിറ്റി. നമുക്കറിയാം എല്ലാവരും നമ്മുടെ കയ്യിൽ റീച്ച് ഉണ്ടാവുക. യൂട്യൂബൊക്കെ എപ്പോഴെങ്കിലും എടുത്തു നോക്കുള്ളൂ. പക്ഷേ വാട്സാപ്പ് നമ്മൾ എല്ലാവരുടെ കയ്യിലും റീച്ചബിൾ ആയ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ വാട്സാപ്പിനകത്ത് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി തുടങ്ങിയത്. അതുകൊണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൻ്റെ ആ എക്സാമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതുപോലെ തന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്താണ് ഫസ്റ്റ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ മറക്കേണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക്സും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.